Hello students. In this class we will discuss the paper Research Methods in History, and this paper is a core paper for second year MA History, and this paper deals with various methods that we use to conduct research in history. So the first module is the identification of a research problem. So before that, let's need to understand what is research methodology. Research methodology is a compound of two words, research and methodology, indicating the mode of doing research. So research methodology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാനുള്ള മെത്തഡോളജി. It is the methodology that we follow to conduct research. ഗവേഷണം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജി ഡീൽസ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് റെക്കഗ്നൈസിങ്, യൂസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ടുവേർഡ്സ് എ കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഇൻക്രീസിങ് ദ സം ഓഫ് ഹിസ്റ്റോറിക്കൽ നോളജ്. ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, ഹിസ്റ്റോറിക്കൽ നോളജ്, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അതിനുള്ള ഒരു മാർഗം, ശരിയായ രീതി, മെത്തഡോളജിയാണ് റിസർച്ച് മെത്തഡോളജി. This study of research methodology is very much essential in observing the totality of social perspectives. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ചുള്ള പഠനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് വി നീഡ് ടു ഒബ്സർവ് certain standards in doing research. As history is a subject from the present to the past, it includes all qualities of social sciences. അപ്പോൾ സോഷ്യൽ സയൻസ് മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണ രീതികൾ, അവയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള അവയുടെ പുരോഗമനം, അവയുടെ അപ്ഡേഷൻസ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ചുള്ള പഠനം വളരെ അത്യന്താപേക്ഷിതവുമാണ്. സോ വാട്ട് ആർ ദ സോഴ്സസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച് മെത്തഡോളജി? ഓക്കെ, എന്താണ് റിസർച്ച് മെത്തഡോളജി കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുമുള്ള നമ്മുടെ സോഴ്സസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച് മെത്തഡോളജി. The first one is the contribution of historians. The contributions of historians play a vital role in the modern period in tracing of how to select historical facts from the garbage of a declining past overlapping with the present. അപ്പോൾ നമുക്ക് മുൻപുള്ള ധാരാളം ചരിത്രകാരന്മാരുടെ സംഭാവനകൾ വളരെ സഹായകരമാണ്. അതിൽ ധാരാളം ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാൻ നമുക്ക് മുൻപേ സഞ്ചരിച്ചിട്ടുള്ള ചരിത്രകാരന്മാരുടെ സംഭാവനകൾ കൊണ്ട് സാധിക്കും. സോ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹിസ്റ്റോറിയൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ മോഡേൺ പീരിയഡ് ഇൻ ട്രേസിംഗ് ഓഫ് ഹൗ ടു സെലക്ട് historical facts. The second one is historical facts. The varying nature of historical facts also provides a way to think about methodological perspectives, like literary sources, historical archaeological sources, prehistoric and proto-historic archaeological sources. അങ്ങനെ ധാരാളം ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, വസ്തുതകൾ നമുക്ക് ലഭിക്കും. അത് പല രൂപത്തിലായിരിക്കും. പല രൂപത്തിലെന്ന് പറയുമ്പോൾ അത് ലിറ്റററി സോഴ്സസ് ആയിരിക്കാം, സാഹിത്യ രചനകളായിരിക്കാം, ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ സോഴ്സസ്, ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായി തന്നെ ബന്ധപ്പെട്ടോ ഏതെങ്കിലും സോഴ്സസ് നമുക്ക് ലഭിക്കാവുന്നതാണ്. പ്രീ ഹിസ്റ്റോറിക് ആൻഡ് പ്രോട്ടോ ഹിസ്റ്റോറിക്, ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന പുരാതന വസ്തുക്കളോ മറ്റുമൊക്കെ ആർട്ടിഫാക്ട്സോ ഒക്കെ ആയിരിക്കാം. ആ രീതിയിൽ നമുക്ക് സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ റിസർച്ച് മെത്തഡോളജിയെ ഫ്രെയിം ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. ദ മെക്കാനിക്സ് ഓഫ് നോട്ട് മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചരിത്ര ഗവേഷണം നടത്തുന്ന സമയത്ത് ധാരാളം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കേണ്ടി വരും. ആ വിവരങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക, അവയെ ക്രമപ്പെടുത്തുക, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത്തരം നോട്ട് മേക്കിങ്സ് വളരെ പ്രധാനപ്പെട്ട ഈ കുറിപ്പുകൾ തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്.
അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ദ മെക്കാനിക്സ് ഓഫ് നോട്ട് മേക്കിംഗ് ഓർ നോട്ട് ടേക്കിംഗ്. Notes must contain all the relevant points from all the sources available for writing a work of history. After the collection of all the raw material or historical data is over, the mass of raw material has to be properly processed. Various points relating to a particular topic or subtopic have to be brought together and correlated in a rational way. And then the conclusions are to be drawn and the generalizations made from them, interpreting the several facts carefully so as to give a new meaning to the historical work. അപ്പോൾ ഗവേഷണ സംബന്ധിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഓൾ റോ മെറ്റീരിയൽസ് ആണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ നമ്മൾ ശേഖരിക്കുന്നു. അവയെല്ലാം പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. മാത്രമല്ല ഓരോ ടോപ്പിക്കും അതിൻ്റെ സബ് ടോപ്പിക്കുമായിട്ട് നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് അവയെ പരസ്പരം നമുക്ക് ആവശ്യമുള്ള ആർഗ്യുമെൻറ്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ അവയെ കൊണ്ടുവരുന്നു. സോ വി ബ്രിങ് ദം ടുഗദർ ആൻഡ് വി കോറിലേറ്റ് ദം ഇൻ എ റാഷണൽ വേ. യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവയെല്ലാം എന്ത് ചെയ്യുന്നു, ക്രമപ്പെടുത്തുന്നു. ആൻഡ് ദെൻ ദ കൺക്ലൂഷൻസ് ആർ ടു ബി ഡ്രോൺ ആൻഡ് ദ ജനറലൈസേഷൻസ് ആർ ടു ബി മെയ്ഡ് ഫ്രം ദം. അതിനുശേഷം നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നു. നമ്മൾ ധാരാളം ജനറലൈസേഷൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്ര വസ്തുതകളിൽ നിന്ന് നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലെയോ പ്രത്യേക സംഭവത്തിൻ്റെയോ ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ യുക്തിപൂർവ്വം മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ വർക്കാണ്. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം വസ്തുതകൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടി വരും. അതൊരു നോട്ട് ടേക്കിംഗ് പ്രോസസ്സാണ്. ഓൾ ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഇന്യൂമറബിൾ പോയിൻറ്റ്സ് ആർ ആക്ച്വലി ബ്രോട്ട് ടുഗദർ അണ്ടർ ദ റെലവൻറ്റ് ഹെഡ്സ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിനിടയ്ക്ക് ധാരാളം ചരിത്ര വസ്തുതകൾ നമ്മൾ ശേഖരിക്കേണ്ടി വരും, ധാരാളം കുറിപ്പുകൾ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കുറിപ്പുകളുടെയൊക്കെ ഒരു ക്രമപ്പെടുത്തൽ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രേഖകൾ, തെളിവുകൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇനി നോട്ട് ടേക്കിങ്ങിൽ തന്നെ പ്രധാനമായിട്ടും നോട്ട് ബുക്ക് മെത്തേഡുണ്ട്, ഫയൽ മെത്തേഡുണ്ട്, അതുപോലെ തന്നെ സ്ലിപ്പ് മെത്തേഡ് അല്ലെങ്കിൽ കാർഡ് സിസ്റ്റം എന്നറിയപ്പെടുന്ന 3 തരം മെത്തേഡുകളാണ് ഈ നോട്ട് ടേക്കിങ്ങിലുള്ളത്. നോട്ട് ബുക്ക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി നോട്ട്ബുക്കുകൾ തയ്യാറാക്കി അതിനകത്ത് ആ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചോ ഉപശാഖകളെക്കുറിച്ചോ ഒക്കെ വേറെ വേറെ ഭാഗങ്ങളായിട്ട് തിരിച്ച് നോട്ട് എഴുതി വയ്ക്കുന്നതിനാണ് ഈ നോട്ട് ബുക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത ടോപ്പിക്കുകൾക്ക് ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത ഉപശാഖയ്ക്കും വ്യത്യസ്ത നോട്ട് ബുക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് ഫയൽ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഫയൽ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു നോട്ട് ബുക്ക് എന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ ചില ചെറിയ ഫയലുകൾ തയ്യാറാക്കുന്നു, കടലാസുകൾ നമ്മൾ എഴുതി ആവശ്യമുള്ള പ്രത്യേകം ഹെഡിങ്ങുകൾക്ക് താഴെ നമ്മളത് എഴുതി സൂക്ഷിക്കുന്നു. അതിനൊരു ക്രമം നമ്പറോ മറ്റോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതിനെ നമ്മൾ ഫയൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് സ്ലിപ്പ് മെത്തേഡാണ്. സ്ലിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് കുറേയും കൂടി ഇൻഡിപെൻഡൻറ്റും കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ്. കാർഡ് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. നമ്മൾ ചെറിയ ചെറിയ സ്ലിപ്പുകളിലും കാർഡുകളിലും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ എഴുതി അതിനെ ക്രമപ്പെടുത്തി സൂക്ഷിച്ചു വയ്ക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട 3 രീതികളാണ് നോട്ട് ടേക്കിങ്ങിലുള്ളത്. അതിലൊന്ന് നോട്ട് ബുക്ക് മെത്തേഡാണ്, മറ്റൊന്ന് ഫയൽ മെത്തേഡ്, ദെൻ വി ഹാവ് സ്ലിപ്പ് മെത്തേഡ് ഓർ കാർഡ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ടോപ്പിക്. ഒരു റിസർച്ച് ടോപ്പിക്, ഒരു ഗവേഷണ വിഷയം, ആ വിഷയത്തിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the research topic must be clear in its aspects. Okay, it means that the topic which the scholar chooses must be defined clearly, geographically and chronologically. അപ്പോൾ നമ്മൾ എടുക്കുന്ന വിഷയം വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായി അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. So the research topic must be clear in its aspects. Second one,
The research topic must have sufficient available sources. Generally, most research supervisors suggest topics which have many sources. Such topics provide a wider scope for interpretations of the source material. ധാരാളം സ്രോതസ്സുകളുള്ള, നമുക്ക് പഠിക്കാനും മറ്റുമൊക്കെ ഗവേഷണം നടത്താനും ശേഖരിക്കാനൊക്കെ ധാരാളം വസ്തുതകളുള്ള ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതാണ് വളരെ നല്ല ഒരു കാര്യം. കാരണം മോസ്റ്റ് റിസർച്ച് സൂപ്പർവൈസേഴ്സ് സജസ്റ്റ് ടോപ്പിക്സ് വിച്ച് ഹാവ് മെനി സോഴ്സസ്. എന്താണ് ധാരാളം സോഴ്സസ് നമുക്ക് ലഭിക്കുമെങ്കിൽ അത് വളരെ ഗുണപരമായ മാറ്റം റിസർച്ചിലുണ്ടാക്കും. മാത്രമല്ല വളരെ നല്ല രീതിയിൽ വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ഒരു റിസർച്ച് പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂറ്റി ഓഫ് ദ പ്രീവിയസ് വർക്ക്. മറ്റൊന്ന്, ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിട്ടുള്ള, നേരത്തെ ഏതെങ്കിലും ഒരു ഗവേഷകനോ അല്ലെങ്കിൽ ഗവേഷകരോ കണ്ടെത്തിയിട്ടുള്ളൊരു മേഖല, ആ മേഖലയുടെ തുടർച്ചയായിട്ടുള്ള റിസർച്ചുകളാണ് ഒന്നുകൂടി അഭികാമ്യം. കാരണം അത്തരത്തിലുള്ള തുടർച്ചയായ ചരിത്ര ഗവേഷണങ്ങളിലൂടെ നമുക്ക് ചരിത്രത്തിൽ വിട്ടുപോയിട്ടുള്ള മേഖലകളെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം വിട്ടുപോയിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. സോ ബൈ ആൻഡ് ലാർജ്, most historians want to have continuity in research studies so that they can make use of the earlier works on the subject. Then we have the preference to interdisciplinary attitude. Nowadays, topics requiring interdisciplinary studies are favored, particularly those concerning anthropological history, economic history and social history. ഇനി മറ്റൊരു പ്രത്യേകത, ഇൻ്റർ ഡിസിപ്ലിനറി ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരൊറ്റ വിഷയത്തിൽ മാത്രം, ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ വിഷയതലങ്ങളെ കംപ്രൈസ് ചെയ്യുന്ന, അതിനെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗവേഷണ രീതി ആണ് കൂടുതൽ അക്സെപ്റ്റൻസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ആന്ത്രപ്പോളജിക്കൽ ഹിസ്റ്ററി, എക്കോണമിക് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ക്യാൻവാസിനപ്പുറത്തേക്ക് കൂടി ഗവേഷകന് സഞ്ചരിക്കാനും കഴിയുന്നൊരു സാഹചര്യം അപ്പോഴുണ്ടാകും. The fifth one is the contribution to regional factors, sources and histories. Regional factors, പ്രാദേശിക ചരിത്രം, പ്രാദേശിക സംഭവങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശികമായ പ്രത്യേകതകൾ, ഇവയെക്കുറിച്ചുള്ള പഠനം, ഇവയെക്കുറിച്ചുള്ള ഗവേഷണമൊക്കെ കൂടുതൽ സ്വീകാര്യത കൈവരിക്കുന്നുണ്ട്. അതും കൂടുതൽ അഭികാമ്യമാണ്. അതും ഒരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. Then we have bearing to social needs, economic perspectives and political integration. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ റിസർച്ച് ടോപ്പിക്കിൻ്റെ ഗുണം എന്താണെന്നുള്ളതാണ്. അത് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് സംഭാവനയാണ് അത് നൽകുന്നത്. ആ കാര്യത്തിൽ സോഷ്യൽ നീഡ്സ്, എന്താണ് സമൂഹത്തിൻ്റെ ആവശ്യം, ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്താണ് സമൂഹത്തിൻ്റെ ആവശ്യം, മാത്രമല്ല സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പുതിയ ഒരു അറിവ് ഉണ്ടാക്കാനോ ഒരു മാറ്റം ഉണ്ടാക്കാനോ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ളൊരു പഠനമാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ കെട്ടുറപ്പോ മറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭാവന നൽകാൻ കഴിയുന്നതാണെങ്കിൽ അതും ഒരു നല്ലൊരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് റിസർച്ച് ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ദെൻ ടൈപ്സ് ഓഫ് ടോപ്പിക്സ്. പൊതുവേ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഒന്ന് ബയോഗ്രഫിക്കലായിരിക്കും, അതായത് ജീവചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊന്ന് സ്റ്റഡി ഓഫ് ഫാമിലീസ്, വംശങ്ങളുടെയോ മറ്റോ ഒക്കെ ചരിത്രം, ഒരു പ്രത്യേക ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രാധാന്യമുള്ള എന്തെങ്കിലും സംഭാവനകൾ നൽകിയിട്ടുള്ള ഫാമിലീസിനെ കുറിച്ചുള്ള ചരിത്രം. സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണം, മുൻപ് നടന്നിട്ടുള്ള ഒരു ഭരണം, ആ കാലഘട്ടത്തെക്കുറിച്ച്, അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചും അത് സമൂഹത്തിലും ചരിത്രത്തിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, അതാണ് സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതൊരു ടോപ്പിക് ആകാൻ സാധ്യതയുള്ളതാണ്. സ്റ്റഡി ഓഫ് റീജിയൻസ്, പ്രദേശങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള പഠനം. സോഷ്യൽ ആൻഡ് എക്കോണമിക് ഹിസ്റ്ററി, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുമുള്ള ചരിത്രം,
സാമൂഹ്യ സാമ്പത്തിക ചരിത്രം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ പോപ്പുലറായിട്ടുള്ള ടോപ്പിക്സായിട്ട് മാറിയിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ. പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒരു ചരിത്ര ഗവേഷണം തുടങ്ങുന്ന സമയത്ത് സാധാരണ വരാറുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഒന്ന് സെലക്ഷൻ ഓഫ് ദ ഗൈഡ്. ഒരു നമ്മളെ നയിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരു ഗൈഡിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെലക്ഷൻ ഓഫ് ദ ഗൈഡ്. സ്കോളർഷിപ്സ്, ആവശ്യമുള്ള സ്കോളർഷിപ്സ് നേടിയെടുക്കുക എന്നുള്ളത്. പിന്നെ വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. നമുക്ക് ആവശ്യമുള്ള വസ്തുതകൾ ശേഖരിക്കുക. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അടുത്തത് മെത്തഡോളജിക്കൽ പ്രോബ്ലംസ്. ഏത് മെത്തഡോളജി ഉപയോഗിച്ചാണ്, ഏത് മെത്തഡ്സ് ഉപയോഗിച്ചാണ് ഈ പഠനം, ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതിലെന്തെല്ലാം തരത്തിലുള്ള മെത്തഡോളജീസ് അവൈലബിൾ ആണ്, ഏതൊക്കെ സ്യൂട്ടബിൾ ആണ്, അത് മനസ്സിലാക്കുക, കണ്ടെത്തുക. പിന്നെ വരാവുന്ന ലാംഗ്വേജ് പ്രോബ്ലംസ് ആണ്. ഭാഷാ സംബന്ധിയായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ. നിങ്ങൾ ചെയ്യുന്ന ഗവേഷണം ഏത് മേഖലയാണ്, ഏത് കാലഘട്ടമാണ്, ഇതൊക്കെ അനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പരിചയിച്ചിട്ടുമുള്ള ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഭാഷാ ഉപയോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ വിവർത്തനങ്ങളുടെ ആവശ്യങ്ങളുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ചില ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ലാക്ക് ഓഫ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ അറിവുകൾ നമ്മൾ ചെയ്യുന്ന ഗവേഷണം ചെയ്യുന്ന മേഖലയിൽ നിന്ന് ലഭ്യമാവുക എന്നുള്ളതും ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസാണ് സാധാരണ രീതിയിൽ ഒരു ഗവേഷണം നടത്തുന്ന ആൾക്ക് നേരിടേണ്ടി വരിക. മൊഡ്യൂൾ 2, ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സോ വാട്ട് ഈസ് റിസർച്ച്? എന്താണ് റിസർച്ച്? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്? Historical research can constitute either all or any of the three important activities given below. താഴെ പറയുന്ന ഈ 3 ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 3 ഒരുമിച്ചോ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരാം. ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ന്യൂ ഡാറ്റ. സെക്കൻഡ് വൺ ഈസ് ഫ്രഷ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഡാറ്റ ഓൾറെഡി നോൺ and subordination of the data to a principle. So what is collection of new data? നമുക്കറിയാം, പുതിയ വിവരം ശേഖരിക്കുക, പുതിയ തെളിവുകൾ, പുതിയ വസ്തുതകളുടെ ശേഖരണം. മറ്റൊന്ന് ഫ്രഷ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഡാറ്റ ഓൾറെഡി നോൺ. നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള വസ്തുതകൾ, നേരത്തെ റിസർച്ച് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ അറിവിലുള്ളതോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്തുതകളുടെ ഒരു പുതിയ വ്യാഖ്യാനം എന്നുള്ളത് റിസർച്ചിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് സബോർഡിനേഷൻ ഓഫ് ദ ഡാറ്റ ടു എ പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു പ്രത്യേക ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡാറ്റയെ നമ്മൾ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മളൊരു തീസിസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് വഴിയിലേക്കാണ് ഒരു പ്രത്യേക കാര്യം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിക്ക് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങളും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരാം. Then categories of research. First one, research pertaining to data collection, then interpretation of data, then synthesizing of knowledge. അപ്പോൾ റിസർച്ചിൽ നമ്മൾ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡാറ്റ കളക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് ഈ ഇൻ്റർപ്രിറ്റേഷൻ. നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഡാറ്റയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. മൂന്നാമത്തേത് സിന്തസൈസിങ് ഓഫ് നോളജ് ആണ്. നമുക്ക് കിട്ടിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഫാക്റ്റുകളെ ഒരു കണ്ടിന്യൂറ്റിയുള്ള ഒരു പുതിയ റിസർച്ച് പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സിന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ഉണ്ട്. റിസർച്ചിൻ്റെ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്: ഡാറ്റ കളക്ഷൻ, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, സിന്തസൈസിങ് ഓഫ് നോളജ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് സ്കോളർ ഇൻ ഹിസ്റ്ററി. ചരിത്ര ഗവേഷകൻ്റെ
ഗവേഷകന് ആവശ്യമുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒന്നൊരു മെൻ്റൽ ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, ചരിത്രം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുകയും അത് പഠിക്കാനുള്ള താല്പര്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മെൻ്റൽ ഔട്ട്ലുക്ക് ഉണ്ടാകണം. ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക് മറ്റൊന്നാണ്. വിമർശനത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിൽ തീരുമാനങ്ങളിലെത്താനുമുള്ള ഒരു കഴിവുണ്ടാകണം. ക്യാപ്പബിലിറ്റി ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, വസ്തുതകളെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. കപ്പാസിറ്റി ഓഫ് ലേബർ, കാര്യങ്ങൾ നേടിയെടുക്കാനും അതിനുവേണ്ടി യത്നിക്കാനുള്ള ഒരു മനസ്സ്. സബ്ജക്റ്റ് നോളജ്, ചരിത്രത്തിൽ അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ ആവശ്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട അറിവ്. കളക്ഷൻ ഓഫ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഈ കളക്ഷൻ ഓഫ് മെറ്റീരിയൽ കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ധാരാളം വസ്തുതകൾ തേടി കണ്ടുപിടിച്ച് അവ കളക്ട് ചെയ്യാനും ഒക്കെയുള്ള അതിന് ശ്രമിക്കാനുള്ള ഒരു താല്പര്യം. ഒബ്ജക്റ്റീവ് വ്യൂ ഉണ്ടായിരിക്കുക, കാര്യങ്ങളെ വളരെ ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ്. യുക്തിസഹമായി കാര്യങ്ങളെ കാണാനും വ്യാഖ്യാനിക്കാനുമുള്ള കഴിവ്. ബാലൻസ്ഡ് വ്യൂ ഉണ്ടാക്കുക, തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായത്തോടോ ആദർശത്തോടോ അമിതമായിട്ടുള്ള താല്പര്യമോ ചായ്വോ കാണിക്കാതിരിക്കുക. അതാണ് ഒരു ബാലൻസ്ഡ് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൂൾസ് ഓഫ് റിസർച്ചിനെ കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടാകുക. എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ, ടൂൾസ് എന്തൊക്കെയാണ്, അത് സമർത്ഥമായി ഉപയോഗിക്കാനുള്ള കഴിവ്. ക്വാളിറ്റേറ്റീവ് വർക്കിൻ്റെ രീതി അനുസരിച്ച് വളരെ ക്വാളിറ്റേറ്റീവായിട്ട് വളരെയധികം നല്ല രീതിയിൽ ആ ജോലി നടത്താനും പൂർത്തീകരിക്കാനുമുള്ള കഴിവ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ്. കോമൺ സെൻസ് ആൻഡ് ബോൾഡ്നെസ് ടു ഫേസ് ക്രിറ്റിസിസം. മറ്റൊന്ന് സാമാന്യ ബുദ്ധി ഉണ്ടാവുക, ഒരു സാമാന്യ ബോധം ഉണ്ടാവുക കാര്യങ്ങളെക്കുറിച്ചൊക്കെ. മാത്രമല്ല തനിക്ക് നേരിടേണ്ടി വരാവുന്ന വിമർശനങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം. നോളജ് ഓഫ് റിസർച്ച് മെത്തഡോളജി. മാത്രമല്ല അതിനെല്ലാം പുറമെ റിസർച്ച് മെത്തഡോളജി, ഈ ഗവേഷണത്തിൻ്റെ രീതിശാസ്ത്രം, അതിൻ്റെ പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ്, ടൂൾസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള അറിവ്. ഇത്രയും കാര്യങ്ങൾ ഒരു റിസർച്ച് സ്കോളർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്, ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക്, ഒരു ഗവേഷകന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ കളക്ഷൻ തുടങ്ങുന്ന സമയത്ത് അതിന് ധാരാളം സോഴ്സസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സോഴ്സുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്ന് ഡിഫിക്കൽട്ടി ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ്. പല നാമങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. കാരണം ചരിത്രത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക കാലത്ത്, പ്രത്യേക കൾച്ചറിലൊക്കെ നടന്നിട്ടുള്ള കാര്യമായിരിക്കും. സോ ദർ മേ ബി സം ഡിഫിക്കൽട്ടീസ് ഇൻ ഐഡൻറ്റിഫൈയിങ് നെയിംസ്. മറ്റൊന്ന് നോൺ അവൈലബിലിറ്റി ഓഫ് റിസർച്ച് മെറ്റീരിയൽ. മറ്റൊരു സമയത്ത് ഒരു പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഗവേഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും, മെറ്റീരിയൽസൊന്നും, വസ്തുതകളൊന്നും, ഫാക്ട്സൊന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. അടുത്തൊന്ന് ഡിഫിക്കൽട്ടീസ് ഓഫ് ഡെസിഫറിങ്. നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ ഒരു ഭാഷയോ ലിപിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിഹ്നമോ, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി മുൻപ് ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിവൈസോ ചില ആലേഖനങ്ങളോ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. പഴയ ലിപിയിലോ ഒരിക്കലും നിലനിൽക്കാത്തൊരു, നമുക്കറിയാത്തൊരു ലിപിയിലോ എഴുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതറിയാമല്ലോ. മറ്റൊരു പ്രശ്നം സബ്ജക്റ്റീവ് റൈറ്റിങ്സ് ആണ്. ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന പല രേഖകളും ആളുകൾ എഴുതിയിരിക്കുന്നത് ഒരു സബ്ജക്റ്റീവ് രീതിയിലായിരിക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനകത്ത് ഒരുപാട് അതിശയോക്തികളും അവരുടെ താല്പര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. ശരിയാവണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകും. പലപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. പലയിടത്തും അത് സാധ്യമാകണമെന്നില്ല. ഡിഫിക്കൽട്ട് ഓഫ് സ്കാറ്റേഡ് ഡാറ്റ. പലപ്പോഴും ഡാറ്റ നമുക്ക് ആവശ്യമുള്ള സമയത്ത്
ആവശ്യമുള്ള രീതിയിൽ ലഭിക്കണമെന്നില്ല, രൂപത്തിൽ ലഭിക്കണമെന്നില്ല. പലയിടത്തും അതിങ്ങനെ ചിതറിക്കിടക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിതറിക്കിടക്കുന്ന ഡാറ്റ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ഡാറ്റ കളക്ഷനിലുണ്ടാകും. ഡിഫിക്കൽട്ടി ഇൻ പ്രൊക്യൂറിങ് ദ കോൺഫിഡൻഷ്യൽ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ പലപ്പോഴും കോൺഫിഡൻഷ്യൽ മെറ്റീരിയൽസ് ഉണ്ടാവും, പുറത്തു വിടാത്തവ. ഗവൺമെൻറ് തന്നെ പല ക്ലാസിഫൈഡ് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില രേഖകളൊന്നും പുറത്ത് കിട്ടാൻ പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം ഓഫ് എക്സ്പെൻഡിച്ചർ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ചില ഗവേഷണവുമായി ബന്ധപ്പെട്ട് ധാരാളം ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, യാത്രയും മറ്റു കാര്യങ്ങളൊക്കെയായി. ചില പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ചിലവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ചിലവുകൾ ഒരുപക്ഷെ ചിലപ്പോൾ താങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതും ഈ ഡാറ്റ കളക്ഷനിൽ ഉണ്ടാകാവുന്ന ചില ഒരു ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ്. വാട്ട് ആർ ദ ചീഫ് സോഴ്സസ് ഓഫ് ഡാറ്റ കളക്ഷൻ ഫോർ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ്? നമുക്ക് എവിടെ നിന്നാണ് പൊതുവെ ഇത്തരം ഡാറ്റകളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഡാറ്റകൾ കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഡാറ്റകളെ പ്രൈമറി സോഴ്സസ് എന്നും അതുപോലെ സെക്കൻഡറി സോഴ്സസ് എന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ മുൻ ക്ലാസ്സുകളിലും ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. So a primary source is more important than the secondary source because it contained original ideas or facts in it. അപ്പോൾ ഒറിജിനൽ ഐഡിയാസും ഫാക്ട്സും ഒക്കെ ഉള്ള ഒറിജിനാലിറ്റി വളരെയധികം കൂടുതലുള്ള സോഴ്സസിനെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഈ രണ്ട് സോഴ്സുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രൈമറിയും സെക്കൻഡറി സോഴ്സിനെയും നോക്കുകയാണെങ്കിൽ, വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ പ്രൈമറി സോഴ്സ്. ഇനി നമുക്ക് പല രൂപത്തിൽ നമ്മുടെ സോഴ്സുകൾ ഉണ്ടാവും. കണ്ടംപററി റെക്കോർഡ്സ് ഉണ്ടാകാം, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാകാം, പബ്ലിക് റിപ്പോർട്ട്സ് ഉണ്ടാകാം. ക്വസ്റ്റ്യൻ മെത്തേഡ് വഴി ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന ഒരു സർവേ നടത്തി നമ്മൾ കണ്ടെത്തുന്ന വിവരങ്ങൾ, അത് സോഴ്സായിട്ട് മാറാം. ഇൻ്റർവ്യൂ നടത്തി നമ്മൾ കണ്ടെത്തുന്ന വിവരങ്ങൾ, ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്, പബ്ലിക് ഒപ്പീനിയൻസ്, പൊതുജനത്തിൻ്റെ അഭിപ്രായം. അപ്പം ഇങ്ങനെ ധാരാളം രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. ദ യൂസസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ ചരിത്രപരമായിട്ടുള്ള ഗവേഷണം അല്ലെങ്കിൽ ചരിത്ര ഗവേഷണത്തിൻ്റെ യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, 3 തലങ്ങളിൽ നമുക്കതിനെ കാണാൻ പറ്റും. യൂസ്ഫുൾ ഫോർ ദ ഇൻഡിവിജ്വൽസ്, യൂസ്ഫുൾ ഫോർ ദ നേഷൻ ആൻഡ് യൂട്ടിലിറ്റി ഫോർ ദ എൻറ്റയർ വേൾഡ്. അപ്പോൾ അത് ചെയ്യുന്ന ആൾ, അപ്പോൾ അയാളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക, അയാളുടെ ഈ ചരിത്ര ഗവേഷണ മേഖലയിൽ പുതിയ തലങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കുക എന്നുള്ളതൊരു ഗുണമാണ്. മറ്റൊന്ന്, ചരിത്രം ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമായിരിക്കും നമ്മൾ പഠിക്കുന്നതും കണ്ടെത്തുന്നതും. അത് ഒരു പുതിയ മുതൽക്കൂട്ടായി മാറും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു പുതിയ ഉൾക്കാഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ചൊരു പുതിയ ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ധാരാളം പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകാൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾ 3, ഫോംസ് ഓഫ് സോഴ്സ് ക്രിറ്റിസിസം. നമുക്ക് ക്രിറ്റിസിസം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 2 തരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നമുക്ക് കിട്ടുന്ന സ്രോതസ്സുകളെ 2 തരത്തിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. വിമർശന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. അതിനകത്തുള്ള സത്യവും അത്രത്തോളം റിലയബിൾ ആണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനും നമ്മൾ 2 തരത്തിലുള്ള ക്രിറ്റിസിസം ഉപയോഗിക്കാറുണ്ട്. അതിലൊന്ന് എക്സ്റ്റേണലും മറ്റൊന്ന് ഇൻറ്റേർണലുമാണ്. സോ വാട്ട് ഈസ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം? എക്സ്റ്റേണൽ ക്രിറ്റിസിസം നമ്മൾ വിളിക്കുന്ന പേര് ഹ്യൂറിസ്റ്റിക്സ് ഓർ ലോവർ ക്രിറ്റിസിസം എന്നാണ്. ദ ടെക്നിക് ഓഫ് ടെസ്റ്റിംഗ് the degree of authenticity of document is called external criticism or heuristics or lower criticism. The external criticism is of a less intellectual type of criticism of the documents. It includes examinations of documents like manuscripts, books, pamphlets, maps, inscriptions and monuments.
historian has to resort to a number of tests to determine the authenticity of a particular document. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അത് മാനുസ്ക്രിപ്റ്റ് ആകാം, ബുക്കാകാം, പാംഫ്ലെറ്റ്സ് ആകാം, ലഘുലേഖകളാകാം, മാപ്സ് ആകാം, ഇൻസ്ക്രിപ്ഷൻസും മോണ്യുമെൻറ്റ്സ് എന്ത് തന്നെ ആവട്ടെ, ഇതൊക്കെ നമ്മുടെ സോഴ്സസ് ആണല്ലോ. അതിൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗ്ഗങ്ങൾ ഓതർഷിപ്പ് ആരാണ് അത് എഴുതിയത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഓഫ് ദി ഡോക്യുമെൻറ്റ്, ടെക്സ്ച്വൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇൻറ്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ എറേഴ്സ്, മനഃപൂർവ്വം ഉണ്ടായ തെറ്റുകളോ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടായിട്ടുള്ള ഈ എഴുത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പാലിയോഗ്രഫി, ന്യൂമിസ്മാറ്റിക്സ്, ആർക്കിയോളജി പോലെയുള്ള മെത്തേഡ്സ് നമുക്ക് നാണയങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പഴയ ടെക്സ്റ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ പുരാവസ്തു ശാസ്ത്രം ഇങ്ങനെയുള്ള ശാസ്ത്രീയ അടിത്തറയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചും നമുക്ക് ഒത്തൻറ്റിസിറ്റി കണ്ടെത്താൻ സാധിക്കും. മീനിങ് ഓഫ് ദ വേർഡ്സ്, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥം. വാക്കുകളുടെ അർത്ഥത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടായിരുന്ന വാക്കുകൾ പിന്നീടൊരു കാലഘട്ടത്തിൽ ആ വാക്കിന് വേറൊരു അർത്ഥം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അർത്ഥങ്ങൾ മാറി വരാൻ ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥവും വ്യത്യസ്ത ഉപയോഗവും ഉണ്ടായി വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ഉപയോഗം ഉണ്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം, hermeneutics or higher criticism. The technique of testing the reliability of the contents of the document is called internal criticism or hermeneutics or higher criticism. ഇനി ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളടക്കം, അതിനകത്ത് ഉള്ള അതിൻ്റെ കോണ്ടൻറ്റ്, ആ കോണ്ടൻറ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി കണ്ടെത്താനാണ് നമ്മൾ ഇൻറ്റേർണൽ ക്രിറ്റിസിസം ഉപയോഗിക്കുന്നത്. A historian must analyze the contents of the documents with a view to determine the real meaning. He must be able to understand the literal and real meaning of the document, which is termed as the positive criticism. അപ്പോൾ ഒന്നുകൂടി ആഴത്തിലുള്ള ക്രിറ്റിസിസമാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസം. നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ ക്രിറ്റിസിസം കണ്ടു. അതിനകത്ത് നമ്മളൊരു ടെക്സ്റ്റിൻ്റെ ഒരു പുസ്തകത്തിൻ്റെയോ ഓവറോൾ ആയിട്ടുള്ള ഒത്തൻറ്റിസിറ്റി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്, അത് ശരിയായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണോ എന്നുള്ളത്. ഇനി അതിൻ്റെ കണ്ടൻറ്റിലേക്ക് വരുമ്പോഴാണ് അത് ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആവുന്നത്. അതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിലെന്താണ് എഴുതിയിരിക്കുന്നത്, അത് വളരെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അത് ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആവുന്നു. അടുത്തത് എക്ലക്റ്റിസിസം. സോ വാട്ട് ഈസ് എക്ലക്റ്റിസിസം? Eclecticism refers to the practice of consulting a wide diversity of witnesses to a particular original. The practice is based on the principle that the more independent transmission histories are, the less likely they will be to reproduce the same errors. അപ്പോൾ ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സാക്ഷികൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വൈഡ് ഡൈവേഴ്സിറ്റി ഓഫ് വിറ്റ്നസസിനെ കൺസൾട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്ലക്റ്റിസിസം എന്ന് വിളിക്കുന്നത്. വാട്ട് വൺ ഒമിറ്റ്സ് ദ അതേഴ്സ് മേ റിറ്റൈൻ, വാട്ട് വൺ ആഡ്സ് ദ അതേഴ്സ് ആർ unlikely to add. Eclecticism allows inferences to be drawn regarding the original text based on the evidence of contrast between witnesses. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ഒന്നിൽ കൂടുതൽ വിറ്റ്നസസിനെ നമ്മൾ ഉപയോഗിക്കാമെന്നുള്ള ഒരു വളരെ യുക്തി ഭദ്രമായിട്ടുള്ള ഒരു മെത്തഡാണിത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വിറ്റ്നസിനെ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ സോഴ്സസ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഇപ്പോൾ പർട്ടിക്കുലർ എവിഡൻസിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആളുടെ താല്പര്യമോ അവരുടെ ഐഡിയോളജിയോ പ്രകാരം ഉണ്ടാക്കപ്പെട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അത് പിന്നീട് അതിനകത്ത് ഒരുപാട് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ
അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒത്തൻറ്റിക് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് ഫേക്ക് ആണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി യു ആർ കൺസൾട്ടിങ് എ വൈഡ് ഡൈവേഴ്സിറ്റി ഓഫ് വിറ്റ്നസ്സസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്ലക്റ്റിസിസം എന്ന് വിളിക്കുന്നത്. ദെൻ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു ടൂളാണ് external evidence. So what is external evidence? External evidence is evidence of each physical witness, its date, source, and relationship to other non-witnesses. Critics will often prefer the readings supported by the oldest witnesses, since errors tend to accumulate. Older manuscripts should have fewer errors. അപ്പോൾ എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് is evidence of each physical witness, its date, source, and relationship to other non-witnesses. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻറ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിറ്റ്നസ്സസ്, സാക്ഷികൾ, അല്ലെങ്കിൽ മെത്തേഡ്സ്, അല്ലെങ്കിൽ മറ്റു സോഴ്സസ്. അപ്പോൾ ഇത് ഈ വിറ്റ്നസ് ഉണ്ടായിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഏത് സോഴ്സിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആ വിറ്റ്നസ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, മറ്റ് ഡാറ്റകളുമായിട്ട് ഇതിനുള്ള ബന്ധം, ഇതെല്ലാം ചേർന്ന എവിഡൻസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് വിളിക്കുന്നത്. ക്രിറ്റിക്സ് വിൽ ഓഫൺ പ്രിഫർ ദ റീഡിംഗ് സപ്പോർട്ട് ബൈ ദ ഓൾഡസ്റ്റ് വിറ്റ്നസ്സസ്. എപ്പോഴും ഏറ്റവും പഴയ വിറ്റ്നസ്സസിനെയാണ് നമ്മൾ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്നത്. കാരണം ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തുടക്കത്തിലെ രൂപത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒത്തൻറ്റിസിറ്റി ഉണ്ടാവുക. കാലം കഴിയുന്തോറും അതിനകത്ത് അഡീഷൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. Reading supported by a majority of witnesses are also usually preferred, since these are less likely to reflect accidents or individual biases. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് വിറ്റ്നസ്സസിൽ നിന്ന് ഒരുപാട് സോഴ്സസ് വെച്ച് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ്, ഒരു ഡോക്യുമെൻ്റ്, അതിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഫോർ ദ സെയിം റീസൺസ് ദ മോസ്റ്റ് ജോഗ്രഫിക്കലി ഡൈവേഴ്സ് വിറ്റ്നസ്സസ് ആർ പ്രിഫേർഡ്. അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ, അത് എത്രത്തോളം കൂടുതലാവുന്നു, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എത്രത്തോളം ഡൈവേഴ്സ് ആകുന്നു, അത്രത്തോളം നമുക്ക് ഒരു പ്രത്യേക ഡോക്യുമെൻറ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയാണ്, ഇങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് വിളിക്കുന്നത്. Next one is internal evidence. Internal evidence is evidence that comes from the text itself, independent of the physical characteristics of the document. മറ്റൊന്ന്, നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ എവിഡൻസിൽ പറഞ്ഞു. എക്സ്റ്റേണൽ എവിഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി അത് മറ്റ് പല ഡോക്യുമെൻറ്റുകളും സോഴ്സുകളും ഉപയോഗിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് തന്നെ ഉപയോഗിക്കുന്നു. നമുക്ക് കിട്ടിയൊരു പുസ്തകം, ഒരു പഴയ കയ്യെഴുത്ത് പ്രതിയോ എന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കാൻ നമ്മൾ അത് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വാരിയസ് കൺസിഡറേഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് വിച്ച് റീഡിംഗ് is most likely to be original. Sometimes these consideration can be in conflict. അപ്പോൾ അതിൻ്റെ വളരെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഇൻറ്റേർണൽ ക്രിറ്റിസിസം പോലെ വളരെ ആഴത്തിൽ നമ്മളത് പഠിക്കുകയും ആ റീഡിങ് ഏത് രീതിയിൽ അത് വായിക്കണം, വ്യത്യസ്ത രീതിയിലുള്ള വായനകളിലൂടെ അതിൽ നിന്നൊരു ഇൻറ്റേർണൽ എവിഡൻസ് കണ്ടെത്തിയെടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എവിഡൻസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേർണൽ എവിഡൻസും ഇൻറ്റേർണൽ എവിഡൻസും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ അതോറിറ്റി, അത് എത്രത്തോളം റിയൽ ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇൻറ്റേർണൽ എവിഡൻസും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ എവിഡൻസും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് സ്റ്റെമാറ്റിക്സ്. സ്റ്റെമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റെമോളജി അല്ലെങ്കിൽ സ്റ്റെമറ്റോളജി എന്നൊക്കെ പറയുന്നത് റിഗറസ് അപ്രോച്ച് ടു ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം. Carl Lashman greatly contributed to making this method famous, even though he did not invent it.
And the method takes its name from the word stemma in the meaning of family tree, which shows the relationships of the surviving witnesses. The family tree is also referred to as cladorama. The method works from the principle that community of error implies community of origin. That is, if two witnesses have a number of errors in common, it may be presumed that they were derived from a common intermediate source called or known as hyperarchetype. Hyperarchetype. അപ്പോൾ ഇത് ഒരു ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിഗറസ് അപ്രോച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു തെളിവ്. അപ്പോൾ അതിൻ്റെ വളരെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം, ഒരു മനസ്സിലാക്കലാണ് സ്റ്റെമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെമാറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പേര് കാൾ ലാഷ്മാൻ എന്ന് പറയുന്ന ആളുടെയാണ്. 1793 മുതൽ 1851 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇവിടെ ഒരു എറർ ഉണ്ടാണെങ്കിൽ ഇതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചാൽ, ഈ മെത്തേഡിൻ്റെ ബേസ് എന്തെന്ന് വെച്ചാൽ, it works from the principle that community of error implies community of origin. ഓക്കെ, നമ്മൾ കുറച്ച് എറേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. ആ എറേഴ്സ് ഒരു പ്രത്യേക യൂണിഫോം സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു എറർ ഉണ്ടാകുന്നതും ഒരു പ്രത്യേക സ്ഥലത്തു നിന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ഒറിജിൻ, ഒരു ഡോക്യുമെൻ്റ് എഴുതപ്പെടുന്നു ചരിത്രത്തിൽ. കുറച്ച് കഴിഞ്ഞ് അതിനകത്ത് ചില അഡീഷൻസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ആരെങ്കിലും അതിനകത്ത് ചില അഡീഷൻസ് കൊടുത്തു, അപ്പോൾ അത് ഒറിജിനലല്ല. അല്ലെങ്കിൽ ഒറിജിനലിൻ്റെ ഒപ്പം കുറച്ചുകൂടി എന്തോ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ആഡ് ചെയ്യപ്പെട്ടത് പിന്നീട് നമ്മൾ ഒരു ടെക്സ്ച്വൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്റ് തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് ഈ ഡോക്യുമെൻ്റ് കിട്ടും, പല ഭാഷകളിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അഡീഷൻ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ അഡീഷൻ പല ഡോക്യുമെൻറ്റിലും നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ആ അഡീഷനുകളുടെ ഒരു യൂണിഫോം, കൂട്ടിച്ചേർക്കലുകളുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ കൂട്ടിച്ചേർക്കൽ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മിക്കവാറും അങ്ങനെ ഒരു പൊതു സ്വഭാവമുള്ള കൂടിച്ചേർക്കൽ ഉണ്ടെങ്കിൽ, കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കവും ഒരൊറ്റ സ്ഥലത്തു നിന്നായിരിക്കും. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ഓഫ് എറർ ഇംപ്ലൈസ് കമ്മ്യൂണിറ്റി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, if two witnesses have a number of errors in common, it may be presumed that they were derived from a common intermediate source. ആ ഒരു ഇൻ്റർമീഡിയറ്റ് സോഴ്സിനെയാണ് ഒരു പേര് വിളിക്കുന്നത് ഹൈപ്പാർക്കിറ്റൈപ്പ്. Next one is copy text editing. Using the copy text method, the critic examines the base text and makes corrections. ആ കറക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എമെൻഡേഷൻസ്. എമെൻഡേഷൻസ് എന്ന വാക്കിന് മാറ്റം വരുത്തുക എന്നർത്ഥമുള്ളൂ. In places where the base text appears wrong to the critic. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോപ്പി ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഇത് നമുക്ക് ഒരുപാട് എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇറ്റ്സ് എ മെത്തേഡ്. By using this method, the critic examines the base text and makes correction in places where the base text appears wrong to the critic. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒറിജിനൽ ടെക്സ്റ്റിൽ നമുക്ക് അഡീഷൻസ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് കിട്ടുന്നു. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഇല്ലാത്ത ചിലതൊക്കെ ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അഡീഷൻസ് മനസ്സിലാക്കാൻ ഈ പറയുന്ന കോപ്പി ടെക്സ്റ്റ് എഡിറ്റിംഗ് കൊണ്ട് സാധിക്കും. This can be done by looking for places in the base text that do not make sense or by looking at the text of other witnesses for a superior reading. അപ്പോൾ ഒരു ബേസ് ടെക്സ്റ്റ്, ഒറിജിനൽ ടെക്സ്റ്റ്, ആ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു രീതി, അതിൻ്റെ സ്റ്റൈല്, ഇതിലൊന്നുമില്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ വിറ്റ്നസ്സസ് വേറെ സോഴ്സുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ചില അഡീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കോപ്പി ടെക്സ്റ്റ് എഡിറ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ക്രിട്ടിക്കിന് സാധിക്കും. അപ്രകാരം ആ ക്രിട്ടിക് എന്ത് ചെയ്യുന്നു? മേക്സ് കറക്ഷൻസ്. ആ കറക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എമെൻഡേഷൻസ്. തിരുത്തലുകൾ നടത്തുന്നു. ഇൻ പ്ലേസസ് വേർ ദ ബേസ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് റോങ് ടു ദ ക്രിട്ടിക്. അപ്പോൾ അവിടെ ചില ചേഞ്ചസ് വരുത്താൻ
എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ അഡീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് കോപ്പി ടെക്സ്റ്റ് എഡിറ്റിംഗ്. ഒരുപാട് അഡീഷൻസും അല്ലെങ്കിൽ ഫ്രോഡ്സുമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവരാനാണ് ഈ കോപ്പി ടെക്സ്റ്റ് എഡിറ്റിംഗ് നടത്തുന്നത്. Module 4, Historical Interpretation and Generalization. So what is the interpretation of the material? Interpretation എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം വ്യാഖ്യാനം എന്നാണ്. വ്യാഖ്യാനിക്കുക. നമുക്ക് കിട്ടിയ ധാരാളം ഡാറ്റകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണ് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സോ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ദ ലൈഫ് ബ്രെത്ത് ഓഫ് ഹിസ്റ്ററി. Essential operations which synthesizes the facts meaningfully are as follows. അപ്പോൾ ഇങ്ങനെ ഈ നമുക്ക് കിട്ടിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റകളെ, ചിതറിക്കിടക്കുന്ന ഡാറ്റകളെ കളക്ട് ചെയ്ത് അതിനെ യുക്തിസഹമായി അതിനെ വ്യാഖ്യാനിച്ച് അവയെ പരസ്പരം ഒരു തുടർച്ചയായിട്ടുള്ള ആ ഡാറ്റകളുടെ ഒരു തുടർച്ച നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഒരു ഡോക്യുമെൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മെറ്റീരിയലിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആ ഇൻ്റർപ്രിട്ടേഷനിൽ വ്യാഖ്യാനം എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറലൈസേഷൻ, ദെൻ ദ ആർഗ്യുമെൻറ്റ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ്, അനാലജി, hypothesis, conjecture, the argument from silence, the argument a priori. ഇങ്ങനെ 7 എണ്ണമാണുള്ളത്. ഇനി ഇതിലേത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജനറലൈസേഷൻ. So generalization is an inductive process in which one goes from the particular to the general, infers the unknown from the known, the particular. Okay. Generalization is a very important logical process which can weave the fabric of history with warps and wools of facts. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ഡാറ്റകൾ, ആ ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മളൊരു ജനറലൈസേഷൻ നടത്തുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ നിലനിന്നിരുന്ന ചില സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അന്നത്തെ സാമ്പത്തിക നയങ്ങൾ, അന്ന് നിലനിന്നിരുന്ന കൈമാറ്റ വ്യവസ്ഥകൾ, എക്സ്ചേഞ്ച് സിസ്റ്റം, ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു 10-20 ഫാക്ട്സ് നമുക്ക് കിട്ടി. ആ 20 ഫാക്ട്സ് ഉപയോഗിച്ച് നമ്മൾ അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, അന്നത്തെ സമൂഹം ഇങ്ങനെ ഒരു സമൂഹമായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു ബാർട്ടർ സിസ്റ്റമാണ് അന്ന് നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ അന്ന് ഒരു മോണിറ്റൈസേഷൻ സിസ്റ്റം നിലനിന്നിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ എത്തിച്ചേരൽ നമ്മൾ സഹായിക്കുന്ന എന്താണ്? നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാമാന്യവൽക്കരണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, ജനറലൈസേഷൻ എന്ന് പറയുന്നത്. Then we have the argument from statistics. The process of generalization is greatly facilitated by the statistical information about various facts. The qualification of data provides a solid basis for generalization. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജനറലൈസേഷൻ, ഒരുപാട് ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ സ്വഭാവമോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചോ പറയുന്നു, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരം ഡാറ്റകൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോമിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയും. സോ ദ പ്രോസസ് ഓഫ് ജനറലൈസേഷൻ ഈസ് ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റഡ് ബൈ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് വാരിയസ് ഫാക്ട്സ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളുടെ വളരെ വ്യക്തമായ ഡാറ്റ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ വളരെ ആഴത്തിലുള്ളൊരു പഠനം നമ്മൾ നടത്തി, ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നടത്തിയിട്ട് ആണ് ഒരു ജനറലൈസേഷനിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതും ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സും. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ആ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ, കണക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ജനറലൈസേഷൻ നടത്തുന്നത്. അടുത്തത് അനാലജിയാണ്. ഇൻ ദിസ് മെത്തേഡ്, 2 facts of history,
there may be events or doings of persons, are compared in respect of similar features that are already recorded, and on this basis conclusions are drawn about other possible similar features that are not recorded. പരസ്പരം കമ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ അനാലജി എന്ന് പറയുന്നത്. ഒന്നുമായി ബന്ധപ്പെട്ട് അതേ രീതിയിൽ തന്നെ ഏതാണ്ട് അതേ സ്വഭാവമുള്ള മറ്റൊന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത് നമ്മൾ ആദ്യം നടന്ന കാര്യത്തെയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടാത്ത ഒരു കാര്യത്തെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി അതിന് ഏതാണ്ട് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നതിനാണ് അനാലജി എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ടു ഫാക്ട്സ് ഓഫ് ഹിസ്റ്ററി ആർ കമ്പയർഡ് in respect of similar features that are already recorded, and on this basis conclusions are drawn about the other possible similar features that are not recorded. അപ്പോൾ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവം, ആ സംഭവത്തെ വളരെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ അതേ കാലഘട്ടത്തിൽ അതേ സ്വഭാവമുള്ള ചില സംഗതികൾ വീണ്ടും ചരിത്രത്തിൽ നടക്കുന്നു. അപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ സ്വഭാവമുള്ള കാര്യങ്ങളാണ് രണ്ടാമത് നടക്കുന്നത് എന്ന് പറഞ്ഞ് നേരത്തെ നടന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്, ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് നേരത്തെ നടന്നത് അതേ സ്വഭാവം തന്നെ ഇതിനുള്ളത് കൊണ്ട് നേരത്തെ എന്തായിരുന്നു അവസ്ഥ അത് തന്നെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞൊരു അനാലജി, ഒരു തുലനം ചെയ്യുന്ന ഒരു 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 ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നടത്തുന്നു. അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ വിളിക്കുന്നതാണ് അനാലജി. അടുത്തത് ഹൈപ്പോത്തീസിസ് ആണ്. സോ വാട്ട് ഈസ് എൻ ഹൈപ്പോത്തീസിസ്? എ സപ്പോസിഷൻ or proposed explanation made on the basis of limited evidence as a starting point for further investigation. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ ചുരുക്കം ലിമിറ്റഡ് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു 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 സപ്പോസിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനെയാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗവേഷകൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന അന്വേഷിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു 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 വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ ലഭ്യമായിട്ടുള്ള വളരെ ചെറിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രേഖ എന്ന രീതിയിലാണ് ഹൈപ്പോത്തീസിസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈപ്പോത്തീസിസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, എക്സ്പ്ലനേറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. രണ്ട് തരത്തിലുള്ള ഹൈപ്പോത്തീസിസ് ആണുള്ളത്. എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഹൈപ്പോത്തീസിസും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തീസിസും ഉണ്ട്. ഇൻ ബോത്ത് കേസസ് ഇസ് എ ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ. ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ടെൻറ്റേറ്റീവ് കൺക്ലൂഷനാണ് ഹൈപ്പോത്തീസിസിനുള്ളത്. അപ്പോൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസലാണ്, ഒരു പ്രത്യേക രീതിയിൽ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം ഗവേഷണം നടത്തി ഹൈപ്പോത്തീസിസ് ശരിയാണോ, ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ശരിയാണ്, ശരിയല്ല എങ്കിൽ എന്തുകൊണ്ട് ശരിയല്ല എന്ന കാര്യം നമ്മൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അടുത്താണ് കൺജക്ചർ. Conjecture is imagination based on insufficient data. It is generally employed in the case of individual facts or persons. ഇത് ഒരു ഇൻസഫിഷ്യൻറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കൊരു പ്രത്യേക കാര്യം മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഡാറ്റ ഇല്ല. സോ വി ഡു എ കൈൻഡ് ഓഫ് എൻ ഇമാജിനേഷൻ വർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഫാക്റ്റ് കംപ്ലീറ്റ് അല്ലാത്ത 1-2-3 ഫാക്ട്സ് കിട്ടുന്നു. പക്ഷേ ആ ഫാക്ട്സ് കൊണ്ട് നമുക്ക് മാക്സിമം ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചില ഇൻ്റർപ്രിട്ടേഷൻസ് നടത്തുന്നു. സോ സച്ച് an imaginative work approach is known as conjecture. It is generally employed in the case of individual facts or persons. ഒരു പ്രത്യേക ആളുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് അയാളുടെ രീതികളോ ഒരു ചരിത്ര പുരുഷൻ്റെ രീതികളോ മറ്റുമൊക്കെ മനസ്സിലാക്കിയെടുക്കാനാണ് പലപ്പോഴും കൺജക്ചർ ഉപയോഗിക്കുന്നത്. ആർഗ്യുമെൻ്റ് എ പ്രിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ ആർഗ്യുമെൻ്റ് എ പ്രിയറി ഈസ് ബേസ്ഡ് ഓൺ ദ സർക്കംസ്റ്റാൻസസ് പ്രിസീഡിങ് ആൻ ഇവൻറ്റ്, ഫ്രം നോളജ് ഓഫ് ദ ജനറൽ ടെമ്പറമെൻറ്റ് ഓഫ് എ പേഴ്സൺ, ഫ്രം ഹിസ് പാസ്റ്റ് ഡൂയിങ്സ്, ഫ്രം ഹിസ് ബിഹേവിയർ ടുവേഴ്സ് others. His doubtful actions may be accepted as facts of greater probability. ഒരാളുടെ ഒരു ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ അയാളുടെ പ്രവൃത്തി, മുൻപ് നടന്നിട്ടുള്ള പ്രവൃത്തി, അത്തരം പ്രവൃത്തിയും
അയാളുടെ അപ്രോച്ചും ഒക്കെ മനസ്സിലാക്കി അയാൾ ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു പ്രോബബിലിറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു രാജാവ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നീട് വന്നൊരു സമയത്തും അയാൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. അയാൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഇങ്ങനെ നടക്കാനാണ് സാധ്യത, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക എന്ന രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആർഗ്യുമെൻ്റ് എപ്രിയറി എന്ന് പറയുന്ന മെത്തഡാണ്. മൊഡ്യൂൾ 5, ലൊക്കേഷൻ ഓഫ് ദ റിസർച്ചർ. അതിലാദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റിവിറ്റി ഇൻ ഹിസ്റ്ററി. വസ്തുനിഷ്ഠമായി ചരിത്രം എഴുതാൻ സാധിക്കുമോ? അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തെറ്റും സ്ഥാപിത താല്പര്യങ്ങളും പേഴ്സണൽ താല്പര്യങ്ങളും ഒന്നും കടന്നുകൂടാതെ ചരിത്രം എഴുതാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈസ് അബ്സല്യൂട്ട് ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റിവിറ്റി പോസിബിൾ? ഇപ്പോൾ സാധാരണ ഈ ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതെയാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രം എഴുതുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കാൻ പോകുന്ന ചില തെറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ ഒരു ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ ആസ്പെക്റ്റ് ഉണ്ടാകും. എഴുതുന്ന ചരിത്രകാരൻ്റേതായ താല്പര്യങ്ങളും അയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകാം. So there is a possibility of individual or personal aspect getting into the process of writing history. The second one, the time-bound nature of his works. For example, E.H. Carr അദ്ദേഹം പറയുന്നു, our own position in time എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, and the view we take of the society in which we live are very important. ഒരു ചരിത്രകാരൻ ജീവിക്കുന്ന കാലഘട്ടം ആൻഡ് ദ വ്യൂ വി ടേക്ക് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് വി ലിവ്. ആ ചരിത്രകാരൻ ജീവിക്കുന്ന കാലഘട്ടം, അയാൾ ജീവിക്കുന്ന സമൂഹം, ആ സമൂഹം മുൻപുള്ള ചരിത്രത്തെ എങ്ങനെയാണ് കാണുന്നത്? മോശമായിട്ടാണോ കാണുന്നത്? മുൻപുള്ള കാലഘട്ടത്തെ നല്ലതായിട്ടാണോ കാണുന്നത്? മോശമായിട്ടാണോ കാണുന്നത്? ഇതൊക്കെ ഒരു പക്ഷേ ആ ചരിത്രകാരൻ എഴുതുന്ന ചരിത്രത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ദ ടൈം ബൗണ്ട് നേച്ചർ ഓഫ് ഹിസ് വർക്ക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ചരിത്രം, അതിനകത്ത് ഒരുപാട് ബയസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈച്ച് ഏജ് ടെൻഡ്സ് ടു ഇൻറ്റർപ്രറ്റ് ദ പാസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ഓൺ ഐഡിയാസ്, പ്രെജുഡീസസ് ആൻഡ് പ്രീഓക്യുപ്പേഷൻസ്. ഓരോ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ചരിത്രം ആ കാലഘട്ടത്തിൻ്റേതായ ചില ചേരുവകൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നം ഈ ചരിത്രമെഴുത്തിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ നശിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നാഷണലിസ്റ്റിക് ബയസ്. Thompson writes that the most widespread and most insidious of all forms of bias in the historiography of modern times is that induced by nationalism and passions of patriotism. സ്വന്തം രാജ്യത്തോടും ദേശത്തോടും ദേശീയതോടുമുള്ള അമിതമായ താല്പര്യം കാരണം പലപ്പോഴും ചരിത്രകാരന്മാർ ഈ ചരിത്രത്തിൽ ഒബ്ജക്റ്റിവിറ്റി കാത്തു സൂക്ഷിക്കാതിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാഷണലിസ്റ്റിക് ചരിത്രം എഴുതുന്ന ദേശീയവാദികളായിട്ടുള്ള ആളുകൾ ചരിത്രം എഴുതുമ്പോൾ സ്വന്തം ദേശത്തെയും ദേശത്തെ ആളുകളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഒന്നുകൂടി ഗ്ലോറിഫൈ ചെയ്ത് എഴുതാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത്തരം ഗ്ലോറിഫിക്കേഷനിൽ പലപ്പോഴും ചില ധാരാളം തെറ്റുകൾ കടന്നുകൂടാനും ചരിത്ര സത്യങ്ങൾ മറച്ചു വയ്ക്കപ്പെടാനും ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞെഴുതാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതും ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതെയാകാനുള്ള മറ്റൊരു കാരണമാണ്. നെക്സ്റ്റ് വൺ ഈസ് ബയസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ. ഏത് പ്രദേശത്തുള്ള ആളാണ് ചരിത്രം എഴുതുന്നത് അതനുസരിച്ചും വ്യത്യാസമുണ്ട്. യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് ടെൻഡ് ടു സീ world events in a very different way from the Asiatic people or the Asiatic countries. To most European historians, the world is Europe. To most historians, the center of the world is their own country.
Terms like the Near East, the Middle East, and the Far East are so only to the Western European. പലപ്പോഴും ഒരു ചരിത്രകാരൻ്റെ രാജ്യം ഏതാണ്, ഇപ്പോൾ യൂറോപ്യൻ ചരിത്രകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ടെൻഡ് ടു സീ വേൾഡ് ഈവൻസ് ഇൻ എ ഡിഫറെൻറ്റ് വേ ഫ്രം ദാറ്റ് ഓഫ് ദ ഏഷ്യാറ്റിക് ഹിസ്റ്റോറിയൻസ്. ഇപ്പോൾ യൂറോപ്യൻ ചരിത്രകാരന്മാർക്ക് അവരുടെ സംസ്കാരവും അവരുടെ ലോകവും അവരുടെ രാജ്യവുമൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് മൊത്തം ലോകത്തിൻ്റെ കേന്ദ്രം എന്ന് തന്നെ അവർ വിചാരിക്കുന്നു. ആ രീതിയിൽ മറ്റ് അത്തരമൊരു ബയസുള്ള ചരിത്രകാരന്മാർക്ക് ഒരു ഒബ്ജക്റ്റീവ് ചരിത്രം, പ്രത്യേകിച്ച് മറ്റ് ലോകത്തിലെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് എഴുതാൻ സാധിക്കില്ല. മറ്റൊന്ന് റിലീജിയസ് ബയസാണ്. റിലീജിയസ് ആൻഡ് കമ്മ്യൂണൽ ബയസ് ഈസ് ആസ് സ്ട്രോങ് ആസ് നാഷണലിസ്റ്റിക് ബയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബയസ് ഒരു ചായ്വ് അത് മതത്തിൻ്റെ പേരിലുണ്ടാകും. അപ്പോൾ സ്വന്തം മതം, അപ്പോൾ അത് സ്വന്തം മതമാണ് ശരിയെന്ന് വിശ്വസിക്കുക, മറ്റു മതങ്ങളെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുക, അപ്പോൾ ആ മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉയർത്തി കാണിക്കുക, അതിനൊരുപാട് ഗ്ലോറിഫൈ ചെയ്യുക. ഈ രീതിയിലും ചരിത്രത്തിൽ ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കൾച്ചറൽ ബയസ് ആണ്. കൾച്ചറൽ ബയസ് ഈസ് എ ക്യൂരിയസ് കോമ്പൗണ്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ബയസ്, നാഷണലിസ്റ്റിക്, റിലീജിയസ്, റേഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ. ഇപ്പോൾ ഈ കൾച്ചറൽ ബയസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കൾച്ചറിലുള്ള ചരിത്രകാരൻ മറ്റ് കൾച്ചറിനെയൊക്കെ എഴുതി കാണുകയും അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് എഴുതുന്ന ചരിത്രത്തിൽ ആ കൾച്ചറുകളെയൊക്കെ കുറച്ച് മോശമായി പരാമർശിക്കുകയും സ്വന്തം കൾച്ചറിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കൾച്ചറൽ ബയസ് വരാൻ നാഷണലിസ്റ്റിക്, റിലീജിയസ്, റേഷ്യൽ, ജോഗ്രഫിക്കൽ കൾച്ചറൊക്കെ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഈ കൾച്ചറൽ ബയസിനുള്ളത്. ഇനി ഒബ്ജക്റ്റിവിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രമെഴുത്തിൽ ഒബ്ജക്റ്റിവിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ, അതിലൊന്ന് വൈഡ് വെറൈറ്റി ഓഫ് പ്രൈമറി സോഴ്സ്. ധാരാളം പ്രൈമറി സോഴ്സസ് ലഭിക്കുക. അപ്പോൾ ധാരാളം പ്രൈമറി സോഴ്സസ് ലഭിക്കുമ്പോൾ ഒരുപാട് എവിഡൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ചരിത്രം വസ്തുനിഷ്ഠമായി എഴുതി കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത് ഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് സോഴ്സസ്. അതുപോലെ തന്നെ ധാരാളം സോഴ്സസുകൾ വേണ്ട രീതിയിൽ തന്നെ ആവശ്യമുള്ളതെടുത്ത് അല്ലാത്തതെടുത്ത് കളഞ്ഞ് ശരിയായവ എടുത്ത് എഴുത്തിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ മാത്രം എടുത്ത് ചെയ്യുന്ന രീതി, അതാണ് രണ്ടാമത്തേത്. അടുത്തത് ഒത്തൻറ്റിസിറ്റി ഓഫ് മെറ്റീരിയൽ. ചരിത്രകാരൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒത്തൻറ്റിസിറ്റി എത്രത്തോളം ഒത്തൻറ്റിക് ആണ്, എത്രത്തോളം ഒത്തൻറ്റിക് ആവുന്നു അത്രത്തോളം അത് ഉപയോഗിച്ചെഴുതുന്ന ചരിത്രവും ഒബ്ജക്റ്റീവാകും. നെക്സ്റ്റ് വൺ ഈസ് ഓണസ്റ്റി ആൻഡ് മോറൽ ഇൻറ്റഗ്രിറ്റി. Honesty and the moral integrity of the person who is writing history. So that person, the historian, needs to be an honest person and should have some moral integrity. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എഴുതുന്ന ചരിത്രം തീർച്ചയായിട്ടും അവരുടെ സ്വഭാവം ചരിത്ര എഴുത്തിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. Module 6, Value Orientation. ദ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ് എന്നാണ് നോക്കുന്നത്. ദ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ് ഓർ VOM പ്രൊവൈഡ്സ് എ വേ ടു അണ്ടർസ്റ്റാൻഡ് കോർ കൾച്ചറൽ ഡിഫറൻസസ് റിലേറ്റഡ് ടു 5 ബേസിക് ഹ്യൂമൻ കൺസേൺ ഓർ ഓറിയൻറ്റേഷൻസ്. നമുക്കറിയാം ഓരോ കൾച്ചറും വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്ത മനുഷ്യ സംസ്കാരങ്ങളിലുള്ള ആളുകൾ അവർ പരസ്പരം എങ്ങനെയാണ് ഒരു പ്രത്യേക കാര്യത്തെ മനസ്സിലാക്കുന്നത്. ഓരോ സംസ്കാരത്തിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച്, ഫോർ എക്സാമ്പിൾ വിവാഹത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, മൊറാലിറ്റിയെക്കുറിച്ച്, സദാചാരത്തെക്കുറിച്ചൊക്കെ ഓരോ കൾച്ചറിലും വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഉൾക്കാഴ്ചകളുമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണുള്ളത്. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാനും അവ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാനും ആ കമ്പാരിസണിലൂടെ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഒരു പ്രത്യേക ഒരൊറ്റ കൾച്ചറിൽ വന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്തൊക്കെയായിരിക്കും, അതെങ്ങനെ ഒഴിവാക്കാം,
ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു മെത്തഡാണ് ദ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ്. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് കൾച്ചേഴ്സ് വന്നുകൂടുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ മൾട്ടി കൾച്ചറലിസം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ സമൂഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കാവുന്നൊരു മെത്തേഡാണ് വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ്. The method has been used widely in cross-cultural situations, including in higher education, health services, and conflict resolution. A 16-question oral survey is available and can be used for formal research about cultural differences or informally in training to help people become aware of and work with cultural differences at the individual and institutional levels. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത കൾച്ചറുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങൾ, അവിടെ ഉണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റും അല്ലെങ്കിൽ അവിടെ ആവശ്യമായ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായി വരുന്ന പുതിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്സിനെ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന പുതിയ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പഠിക്കാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡിന് അഞ്ച് കൺസേൺസ് ആണുള്ളത്, ഓറിയൻറ്റേഷൻസ് ആണുള്ളത്. ഒന്ന് ഹ്യൂമൻ നേച്ചർ, മറ്റൊന്ന് മാൻ നേച്ചർ റിലേഷൻഷിപ്പ്, മറ്റൊന്ന് ടൈം സെൻസ്, ആക്ടിവിറ്റി, സോഷ്യൽ റിലേഷൻസ്. അപ്പം ഇങ്ങനെ ഈ 5 ഓറിയൻറ്റേഷൻസ്, ഈ 5 മേഖലകളുമായി സംബന്ധിച്ച ചോദ്യങ്ങളാണ് നമ്മളൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളിലുള്ള ആളുകൾ ഈ ചോദ്യങ്ങൾക്ക്, ഈ ഓറിയൻറ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള മറുപടികൾ നൽകുന്നത്? ഈ മറുപടികളുടെ പഠനത്തിലൂടെയാണ് ഈ വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സമൂഹങ്ങളിൽ മൂല്യങ്ങളുടെ വ്യതിയാനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വാല്യൂ ഓറിയൻറ്റേഷൻ മെത്തേഡ്. Then another important topic is historical reasoning. എന്താണ് ഹിസ്റ്റോറിക്കൽ റീസണിങ്? അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റീസണിങ്ങിന് നമുക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ റീസണിങ് നമുക്ക് എങ്ങനെ നടത്താം? അതിലൊന്ന്, ഫസ്റ്റ് വൺ ഈസ് അനലൈസിങ് എവിഡൻസ്. നമുക്ക് കിട്ടുന്ന എവിഡൻസ് അനലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിസ്ക്രൈബ്, സെലക്ട് ആൻഡ് ഇവാലുവേറ്റ് റെലവൻറ്റ് എവിഡൻസ് about the past from diverse sources. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്രോതസ്സുകളെ കണ്ടുപിടിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് അനലൈസിങ് എവിഡൻസ്. അത് ഹിസ്റ്റോറിക് റീസണിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിസ്ക്രൈബ്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ദ ഡിഫറെൻറ്റ് വേയ്സ് historians interpret the past. അപ്പോൾ പാസ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ്, എങ്ങനെ അതിനെ വിശദീകരിക്കാം, എങ്ങനെ അനലൈസ് ചെയ്യാം, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇതെല്ലാം ചേർന്ന പ്രോസസ്സാണ് ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് വൺ ഈസ് കമ്പാരിസൺ. Comparison is the ability to identify, compare, and evaluate multiple perspectives on a given historical event in order to draw conclusions about that event. ഇപ്പോൾ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ പലതരത്തിലുള്ള തെളിവുകളായിരിക്കും. ആ തെളിവുകളെ പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ച് ശരിയായിട്ടുള്ള സംഭവം എന്തായിരുന്നു, ശരിയായി നടന്നത് എന്താണ്, അതിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, ആ ശ്രമത്തെയാണ് കമ്പാരിസൺ എന്ന് വിളിക്കുന്നത്. കോണ്ടെക്സ്റ്റുലൈസേഷൻ, ദ എബിലിറ്റി ടു കണക്ട് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആൻഡ് പ്രോസസ്സസ് ടു സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് ആസ് വെൽ ആസ് ബ്രോഡർ റീജിയണൽ, നാഷണൽ ആൻഡ് ഗ്ലോബൽ പ്രോസസ്സ്. ഒരു ചരിത്ര സംഭവം നടക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ കോണ്ടെക്സ്റ്റുലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ശീതസമരം അവസാനിക്കുന്ന കാലഘട്ടം, ഈ കാലഘട്ടങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടക്കുന്ന ചരിത്ര സംഭവങ്ങളെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും അന്നത്തെ ആളുകളുടെ ജീവിത രീതിയും അന്നത്തെ ടെക്നോളജിയുടെ വളർച്ചയും ഇത്തരം
ചുറ്റുപാടുകളെയൊക്കെ ചേർത്ത് മനസ്സിലാക്കി പഠിക്കാനും ഉള്ള കഴിവിനെയാണ് നമ്മൾ ഈ എബിലിറ്റിയാണ് നമ്മൾ കോണ്ടെക്സ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതും ഹിസ്റ്റോറിക്കൽ റീസണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. Then we have synthesis, the ability to develop understanding of the past by making meaningful and persuasive historical or cross-disciplinary connections between a given historical issue and other historical contexts, periods, themes or disciplines. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ധാരാളം തെളിവുകൾ, അതൊരുപാട് ചിതറിക്കിടക്കുന്ന തെളിവുകളായിരിക്കാം, പരസ്പര ബന്ധമുള്ളതോ അല്ലാത്തതോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തെളിവുകളെ മനസ്സിലാക്കി ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചരിത്ര മുഹൂർത്തം, ഒരു ചരിത്ര സംഭവം, ഒരു കാലഘട്ടം അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നതാണ് സിന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ചരിത്ര എഴുത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ്. കോസേഷനാണ് അടുത്തത്. The ability to identify, analyze and evaluate the relationships among historical causes and effects, distinguishing between those that are long-term and proximate patterns of continuity and change over time. ഒരു ചരിത്ര സംഭവം നടക്കാനുള്ള കാരണങ്ങൾ, കോസ്, അതിൻ്റെ കാരണങ്ങൾ, ആ സംഭവം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് രീതിയിൽ ചരിത്രം മുന്നോട്ട് പോകുന്നതും അത് മനസ്സിലാക്കാനുള്ള കഴിവുമാണ് ഈ കോസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നു. ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ കോസേഷനും പഠിക്കാനും ആ കോസേഷൻസ് ഉണ്ടാക്കുന്ന എഫക്ട്സ് പഠിക്കാനുമുള്ള വളരെ യുക്തിഭദ്രമായിട്ടുള്ള പഠന രീതിയാണ് കോസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we have periodization, the ability to describe, analyze and evaluate different ways of historians, ways that historians divide history into discrete and definable periods. ഇപ്പോൾ ചരിത്രത്തിൽ ധാരാളം പീരിയഡൈസേഷൻസ് ഉണ്ട്, കാലങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കാലങ്ങൾ തരംതിരിക്കുന്നത് ഒരു പ്രത്യേക കാലത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. അതിലൊരു മാറ്റം വരുമ്പോൾ അതിന് രണ്ടാമതൊരു കാലഘട്ടമായിട്ട് തിരിക്കുന്നു. അപ്പോൾ മോഡേൺ, മിഡീവൽ, ഏർലി മിഡീവൽ, ഏൻഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പീരിയഡൈസേഷൻ ഹിസ്റ്റോറിക്കൽ റീസണിങ്ങിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ഈസ് ആർഗ്യുമെൻറ്റേഷൻ, the ability to create an argument and support it using relevant historical evidence. ഒരു പുതിയ ആർഗ്യുമെൻ്റ്, ഒരു പുതിയ വാദം കൊണ്ടുവരിക. ആ വാദം കൊണ്ടുവരാനും അത് നിലനിർത്താനും ശക്തമായ തെളിവുകൾ കൊണ്ടുവരിക. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വാദം ഉയർത്തേണ്ടതും മറ്റുമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു ഹിസ്റ്റോറിക്കൽ റീസണിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ കഴിവുകൾ എന്ന് വിളിക്കാം, അത് ശക്തമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റീസണിങ് നമുക്ക്, ഒരു ഗവേഷണ രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. Module 7, Formulation of an Argument. An argument, what is an argument? An argument is a set of propositions designed to demonstrate that a particular conclusion called the thesis is true. ഒരു thesis അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വാദം, നമ്മളിപ്പോൾ കണ്ടെത്തുന്ന ഒരു സംഗതി, ഒരു ഫലം അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉയർത്തുന്നവയാണ് വാദങ്ങൾ എന്ന് പറയുന്നത്. ചില ആർഗ്യുമെൻറ്റ്സിലൂടെയാണ് നമ്മളത് തെളിയിക്കുന്നത്. നമ്മുടെ ഗവേഷണ പ്രബന്ധം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടേതായിട്ടുള്ള വാദങ്ങളിലൂടെയാണ്. ആ വാദങ്ങൾ വെച്ചാണ് നമ്മൾ അതിനെ സാധൂകരിക്കുന്നത്. An argument is not simply a statement of opinion, but an attempt to give reasons for holding certain opinions. ഒരു അഭിപ്രായം എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ശരിയോ തെറ്റോ ആകാം, പക്ഷെ വാദങ്ങളെ ആ രീതിയിൽ അഭിപ്രായങ്ങളായിട്ട് കാണാൻ പറ്റില്ല. വാദങ്ങളെ നമ്മൾ യുക്തിസഹമായ രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല വാദങ്ങൾ നിലനിൽക്കുന്നത് കൂടി ആയിരിക്കണം, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ളതായിരിക്കണം വാദങ്ങൾ. അപ്പോൾ വാദങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാൻ പാടില്ല.
A historical argument gives reasons for holding a certain opinion about an event in the past. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവത്തെ സാധൂകരിക്കുന്ന രീതിയിൽ അതിൻ്റെ സ്വഭാവം നമ്മൾ പഠിച്ച് ഉറപ്പിക്കുന്ന സമയത്ത് അതിന് ഉപോത്ബലകമായിട്ടുള്ള വാദങ്ങളെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത്തരം വാദങ്ങളാണ് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ആർഗ്യുമെൻറ്റിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The parts of argument, first one is thesis. Thesis is that statement which you are trying to prove. In an argumentative essay, this conclusion would appear as your thesis statement. In a philosophy class, this would be called the conclusion. അപ്പോൾ thesis ആണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റിൻ്റെ ഫലം എന്ന് പറയുന്നത്. ആർഗ്യുമെൻ്റ് കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന thesis നിങ്ങളൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു. ഒരു പ്രത്യേക ചരിത്ര സംഭവത്തെക്കുറിച്ചോ ചരിത്ര കാലഘട്ടത്തെക്കുറിച്ചോ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ പഠിച്ച് നിങ്ങളൊരു തീസിസ് അവതരിപ്പിക്കുമ്പോൾ ആ തീസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന വാദങ്ങളാണ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ തീസിസ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ആർഗ്യുമെൻറ്റ്. Then argument itself is a part of your argument. The reasons you give for your conclusion. An argument is considered persuasive if the reasons given are good reasons for the conclusion. An argument is considered unpersuasive if the reasons are not good reasons for the conclusion. In an argumentative essay, these reasons will generally appear as the topic sentence of individual paragraphs. In a philosophy class, these reasons would be referred to as premises. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിമൈസ് ആണ്. അതായത് ഇത്തരം ആർഗ്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലൂടെയാണ് നിങ്ങളൊരു തീസിസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു തീസിസ് നിങ്ങൾ സ്ഥാപിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ചരിത്രകാരൻ, ഒരു ഗവേഷകൻ ഒരു തീസിസ് സ്ഥാപിക്കുന്നത് ഇത്തരം വാദങ്ങളിലൂടെയാണ്. അപ്പോൾ വാദങ്ങൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം അതിൻ്റെ കൺക്ലൂഷനും ശക്തമായിരിക്കും, തീസിസും ശക്തമായിരിക്കും. എത്രത്തോളം അത് വീക്കാണോ അത്രത്തോളം വീക്കും ആയിരിക്കും ആ തീസിസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. Then evidence is another part of argument. The concrete facts upon which you base your argument. Evidence can be descriptions of events, philosophical concepts, economic statistics, laws, battles, paintings, poems, or any other information you have about the past. Some of this information you will find in secondary sources, such as your textbooks, but for this course, most of the evidence should come from primary sources. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർഗ്യുമെൻ്റ് 3 ഭാഗങ്ങളായിട്ട് എവിഡൻസും ആർഗ്യുമെൻറ്റും തീസിസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എവിഡൻസ് ആർഗ്യുമെൻ്റിൻ്റെ അടിസ്ഥാനം എവിഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളാണ്. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാദങ്ങൾ ഉന്നയിക്കുന്നു. ആ വാദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ തീസിസിനെ എന്ത് ചെയ്യുന്നു? സാധൂകരിക്കുന്നു. Then module 8, writing an assignment. So how to write an assignment. എങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നത് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്. ഒരു അസൈൻമെൻറ്റിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഭാഗം, പ്രിലിമിനറി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് യു നീഡ് എ ടൈറ്റിൽ പേജ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് ടൈറ്റിൽ അതിൻ്റെ തലക്കെട്ട് എഴുതിയൊരു പേജ് വേണം. ദെൻ നെക്സ്റ്റ് യു നീഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ. നിങ്ങളുടെ ഗൈഡിൻ്റെയോ മറ്റോ ഒരു അപ്രൂവൽ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത പേജ്. ദെൻ ഒരു ആമുഖം എന്ന രീതിയിൽ ഒരു പ്രിഫേസ് ഉണ്ടാകണം. അതിനകത്തൊരു അക്നോളജ്മെൻറ്റ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതുന്നത്, നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് അക്നോളജ് ചെയ്യുന്ന ഒരു ഭാഗം കൂടി ആവശ്യമുണ്ട്. അടുത്തതായിട്ട് ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ്, ഉള്ളടക്കം. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ പേജുകൾ വേണ്ടത്. ടൈറ്റിൽ പേജ്, അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ, ദെൻ പ്രിഫേസ്, ദെൻ ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ്. ഇനി നമ്മൾ അതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് വരികയാണ്, ദ ടെക്സ്റ്റ്. അതിലാദ്യം നിങ്ങളുടെ തീസിസിൻ്റെയോ അസൈൻമെൻറ്റിൻ്റെയോ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തുടക്കം കൊടുക്കുന്നു. അടുത്തത് മെയിൻ ബോഡി ഓഫ് ദ തീസിസ്, നിങ്ങളുടെ തീസിസ്.
എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുത്തത്. ദെൻ കൺക്ലൂഷനാണ് അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിലിമിനറിയിൽ ഏറ്റവും തുടക്കത്തെ കാര്യങ്ങൾ, പിന്നെ മെയിൻ ബോഡി, ദെൻ അതിനുശേഷം നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. ആ റെഫറൻസ് മെറ്റീരിയലായിട്ട് നമുക്ക് ബിബ്ലിയോഗ്രഫി ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡർ, അതിനുശേഷം അപ്പൻഡിക്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൻഡിക്സോ ഒന്നിൽ കൂടുതൽ അപ്പൻഡിക്സസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൻഡിക്സ് ആദ്യമോ ബിബ്ലിയോഗ്രഫി അവസാനമോ രണ്ടാമതോ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ബിബ്ലിയോഗ്രഫി ആദ്യമോ രണ്ടാമതോ അപ്പൻഡിക്സ് ചെയ്യാവുന്നതാണ്. അതിൽ കാര്യമായിട്ട് കുഴപ്പമില്ല. ദെൻ ഇൻടെക്സ്, ആദ്യം ബിബ്ലിയോഗ്രഫി, പിന്നെ അപ്പൻഡിക്സ്, പിന്നെ ഇൻടെക്സ്. ദെൻ അപ്പൻഡിക്സും ഇൻടെക്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമില്ല. അപ്പോൾ ഈ ഓർഡർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റിൻ്റെ രൂപം. അങ്ങനെയാണ് നമ്മൾ ഒരു അസൈൻമെൻറ്റിൻ്റെ സ്ട്രക്ചറായി നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.